കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയാണ് പത്മജ വേണുഗോപാലിന്റെ ബി.ജെ.പി. പ്രവേശനം. ബി.ജെ.പിയിൽ ചേർന്ന പത്മജ പാർട്ടിയോട് കാണിച്ചത് വിശ്വാസവഞ്ചനയെന്ന് കെ.പി.സി.സി. അധ്യക്ഷൻ കെ. സുധാകരൻ പ്രതികരിച്ചു. കൂടുതൽ പേർ ബി.ജെ.പിയിലേക്ക് എത്തുമെന്നായിരുന്നു ബി.ജെ.പി. സംസ്ഥാന നേതാക്കളുടെ അവകാശവാദം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിൽ ചേർന്നത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയാണ്. പത്മജ ഉന്നയിച്ച പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ടുണ്ടെന്നും പാർട്ടിയോട് കാണിച്ചത് വിശ്വാസവഞ്ചനയാണെന്നും കെ.പി.സി.സി. അധ്യക്ഷൻ കെ. സുധാകരൻ പ്രതികരിച്ചു. പോയതിൻ്റെ അകത്തുള്ള പ്രയാസം ഞങ്ങൾക്കുണ്ട്. പോയത് ശരിയായില്ല, പാർട്ടിയോട് ചെയ്തൊരു വഞ്ചന, പാർട്ടിയോട് കാണിച്ചൊരു ചതിവ്, പാർട്ടിയോട് കാണിച്ച ഒരു വിശ്വാസ ലംഘനം എന്നതിനെക്കുറിച്ച് പറയാൻ എനിക്ക് സാധിക്കുള്ളൂ. പരിഗണന ലഭിക്കാത്തതിനാലാണ് പാർട്ടി വിട്ടത് എന്ന പത്മജയുടെ വാദം കോൺഗ്രസ് നേതാക്കൾ തള്ളി. പത്മജയുടെ തീരുമാനം കോൺഗ്രസിനെ ബാധിക്കില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അപ്പൊ അങ്ങനെ വിട്ടുപോകുന്ന ഒരിക്കലും ശരിയല്ല. അത് കോൺഗ്രസിനെ ഒരിക്കലും ബാധിക്കില്ല. കോൺഗ്രസിന് അതുകൊണ്ട് ദോഷമുണ്ടാകും എന്ന് കരുതുന്നവർക്ക് തെറ്റുപറ്റിപ്പോകും എന്നാണ് എനിക്ക് പറയാം. അധികാരത്തിന്റെ അപ്പക്കഷണങ്ങൾ കാണുമ്പോൾ മറുകണ്ഠം ചാടുന്നത് ദൗർഭാഗ്യകരമാണെന്നായിരുന്നു യു.ഡി.എഫ്. കൺവീനർ എം. ഹസന്റെ പരോക്ഷ വിമർശനം. പത്മജയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും രംഗത്തെത്തി. തന്തയ്ക്ക് പിറക്കാത്ത മകളായി പത്മജ വേണുഗോപാൽ ചരിത്രത്തിൽ ഇടം പിടിക്കും. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒറ്റുകാരിയായി, ചരിത്രത്തിലെ പിതൃഘാതക എന്ന പേരിലായിരിക്കും ഇനി പത്മജ അറിയപ്പെടാൻ പോവുക. രാഹുൽ മാങ്കൂട്ടത്തിലിന് പിന്നീട് പത്മജ വേണുഗോപാലിന്റെ മറുപടി. പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലല്ലേ? അദ്ദേഹം ഈ ടിവിയിലിരുന്ന നേതാവായതാ. അദ്ദേഹം എന്നോട് അത് പറയണ്ട. പത്മജയുടെ ബി.ജെ.പി. പ്രവേശത്തെ എതിർത്ത കെ. മുരളീധരനെ പരിഹസിച്ച് ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തി. എനിക്ക് ശ്രീമാൻ മുരളീധരനെ ശക്തമായ രീതിയിൽ മറുപടി പറയണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പറയാത്തതിൻ്റെ കാരണം കുറച്ചുനാൾ കഴിഞ്ഞാൽ അദ്ദേഹത്തെ മുരളീജി എന്ന് വിളിക്കേണ്ടി വന്നാലോ? ബി.ജെ.പിയിൽ അംഗത്വം സ്വീകരിച്ചതിന് പിന്നാലെ പത്മജ വേണുഗോപാലിന്റെ കോലം കത്തിച്ച് കെ.എസ്.യു. പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചു. 24 തിരുവനന്തപുരം.